ശകുനശാസ്ത്രപ്രകാരവും ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ചും ചില പക്ഷികൾ മഹാഭാഗ്യമുള്ള വ്യക്തികളുടെ മാത്രം കൺമുൻപിൽ വരുന്നവയാണ്. അതായത് നിങ്ങൾ ആ പക്ഷികളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച എന്തൊരു കാര്യമാണെങ്കിലും അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തുന്നതായി കാണുവാൻ സാധിക്കും. കാരണം നിങ്ങളിലേക്ക് അത്രയധികം ഈശ്വരാധീനവും ഭാഗ്യത്തിൻ്റെ തുണയുമൊക്കെ ഉള്ള സമയത്തായിരിക്കും ഈ പക്ഷികൾ നിങ്ങളുടെ കൺമുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല കാലം തുടങ്ങുന്ന സമയമാകുമ്പോൾ നിങ്ങളുടെ കൺമുൻപിൽ വരുന്ന പ്രത്യക്ഷപ്പെടുന്ന 8 പക്ഷികളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്രകാരം നിങ്ങളുടെ നല്ല കാലത്തെ സൂചിപ്പിക്കുന്ന ആദ്യത്തെ പക്ഷി കുയിലാണ്. ലക്ഷ്മി കടാക്ഷം അത്രയേറെ നിറഞ്ഞു നിൽക്കുന്ന വീടുകളിലും ഈശ്വരാധീനം അത്രയധികം ലഭിച്ചിരിക്കുന്ന വ്യക്തികളുമായിരിക്കും കുയിൽ എന്ന പക്ഷിയെ കാണുന്ന ആളുകൾ. നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള മരങ്ങളിലോ വീടിൻ്റെ മുറ്റത്തോ ഒക്കെ കുയിലിനെ കണ്ടതിന് ശേഷം അത്രയേറെ ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി വീണ്ടും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ താമസിയാതെ തന്നെ അതിന് ഫലപ്രാപ്തി കാണും എന്നുള്ളതാണ് വിശ്വാസം. വെറുതെ കുയിലിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അതും ശുഭസൂചന തന്നെയാണ്. എന്നാൽ ആഗ്രഹ സാഫല്യം നടക്കണമെങ്കിൽ നിങ്ങൾ ഇവയെ കാണുക തന്നെ വേണം. എന്നാൽ വലിയ ദൂരത്തല്ലാതെ നിങ്ങളുടെ വീടിൻ്റെ നടുമുറ്റത്ത് കുയിൽ വന്ന് ഇരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരമായിട്ടാണ് കണക്കാക്കേണ്ടത്. കാരണം കുയിൽ എന്ന പക്ഷി സാധാരണഗതിയിൽ വീട്ടുമുറ്റത്തൊന്നും വരാറുള്ളവയല്ല. എന്നിട്ടും ഇവ നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച വരുവാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമതായി, നിങ്ങളുടെ ഭവനങ്ങളിൽ ഈശ്വര കടാക്ഷം നിറഞ്ഞു നിൽക്കുമ്പോഴും ശുഭകരമായ കാര്യങ്ങൾ വരുന്നതിന് മുൻപായും ഒക്കെ വന്നു കയറുന്ന ഒരു പക്ഷിയാണ് പ്രാവ്. അതായത് പ്രാവുകൾ നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം സ്വീകരിച്ച് മടങ്ങിപ്പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രാവുകൾ വീടുകളിൽ വന്ന് കൂടുകൂട്ടുന്നത് ദോഷകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുന്നത് വെള്ള നിറമുള്ള പ്രാവുകളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അകന്ന് വളരെയധികം മനസ്സമാധാനവും സാമ്പത്തിക നേട്ടങ്ങളുമെല്ലാം വളരെയധികം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട്, പകൽ സമയങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശുഭസൂചനയായി കണക്കാക്കപ്പെടുന്ന ഒരു ജീവിയാണ് മൂങ്ങ. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ വാഹനമായ മൂങ്ങ നിങ്ങളുടെ വീടുകളിൽ വരുന്നത് ലക്ഷ്മി കടാക്ഷം കൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ വളരെയധികം സമ്പത്തും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എത്രയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉയർച്ച ഇപ്രകാരം പകൽ സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ മൂങ്ങയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാകും. നാലാമതായിട്ട്, നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും മഹാഭാഗ്യത്തിൻ്റെ സൂചന നൽകുന്ന പക്ഷികളാണ് കുരുവികൾ. വലിപ്പം കൊണ്ട് വളരെ ചെറിയ പക്ഷികളാണെങ്കിലും ഈ കുരുവികൾ നിങ്ങളുടെ വീടുകളിൽ വരുന്നതും അവ വീടുകളിൽ കൂടുകൂട്ടുന്നതുമൊക്കെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തെയും നിങ്ങളുടെ ഉയർച്ചയെയുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുരുവി നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്താണ്
കൂട് കൂട്ടുന്നതെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ആ വീട് പുതുക്കി പണിയുവാനുള്ള ഭാഗ്യം ലഭിക്കുമെന്നുള്ളതും വാസ്തവമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു വീട് വാങ്ങുകയോ പുതിയ വീട് പണിയുകയോ ഒക്കെ ചെയ്യും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി വരുന്ന ഭാഗ്യപക്ഷിയാണ് ഉപ്പൻ. ശകുനശാസ്ത്രമനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യമറിയിക്കുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ. നമ്മുടെ പറമ്പുകളിലും വീടിൻ്റെ മുറ്റത്തുമൊക്കെയായി പല സമയങ്ങളിലും കാണാറുള്ള ഈ പക്ഷി ഭാഗ്യസൂചനയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമ്പത്തും ഉയർച്ചയും ശുഭകാര്യങ്ങളുമൊക്കെ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഉപ്പൻ എന്ന പക്ഷി നൽകുന്ന സൂചന. മാത്രമല്ല, ലക്ഷ്മി കടാക്ഷം നിങ്ങളുടെ ഭവനങ്ങളിൽ വളരെയധികം ഉള്ളപ്പോഴാണ് ഉപ്പൻ എന്ന ഈ പക്ഷിയെ നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഉപ്പൻ എന്ന പക്ഷി വീടിൻ്റെ ഓരോ ദിക്കുകളിലും വരുമ്പോൾ അവ സൂചിപ്പിക്കുന്നത് എന്താണെന്നുള്ളതിനെ പറ്റി വിശദമായി ഇതിനു മുൻപ് ഞാനൊരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. എന്തുകൊണ്ടും നിങ്ങളുടെ വീടുകളിലേക്ക് മംഗളകരമായ കാര്യങ്ങളും സമ്പത്തും ഐശ്വര്യവുമൊക്കെ വരുന്നു എന്നുള്ളത് ഉപ്പൻ എന്ന പക്ഷിയെ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. അഞ്ചാമതായിട്ട്, നിങ്ങളുടെ ഭവനങ്ങളിൽ വളരെയധികം ഈശ്വരാധീനവും ഭാഗ്യവും നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രം വന്നു കയറുന്ന ഒരു പക്ഷിയാണ് മയിൽ. സാക്ഷാൽ മുരുകൻ്റെ വാഹനമായ ഈ മയിലുകൾ സാധാരണഗതിയിൽ എല്ലാ വീടുകളിലും വന്നു കയറാറില്ല. മഹാഭാഗ്യം തുണച്ചിരിക്കുന്ന ഭവനങ്ങളിൽ മാത്രമായിരിക്കും ഇവ വരുന്നത്. ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവയെ ഉപദ്രവിക്കുവാനോ ഓടിച്ചു വിടുവാനോ പാടില്ല. ഇവയെ കണ്ട ഉടനെ നിങ്ങൾ മനസ്സിൽ അത്രയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് ഭഗവാനെ കാര്യസാധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഉടനെ തന്നെ ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ വീടിനെ തേടി വരും. ഏഴാമതായിട്ട്, നിങ്ങളുടെ നല്ല കാലം തുടങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ ഭവനങ്ങളിൽ വരുന്ന ഒരു പക്ഷിയാണ് പരുന്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പരുന്ത് എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം അത്രയേറെ ലഭിച്ചിട്ടുള്ള ഒരു പക്ഷിയാണ്. അതിനാൽ തന്നെ ഇവ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ മഹാഭാഗ്യത്തോടൊപ്പം ഈശ്വരാധീനവും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ പരുന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനോട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കാര്യസാധ്യം ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ വിലക്കപ്പെട്ട കനിയെന്ന് നിങ്ങൾ തന്നെ കരുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനും പോകുന്നു എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു. ഇനി എട്ടാമതായിട്ട്, നിങ്ങളുടെ ഭവനങ്ങളിൽ പല ശുഭസൂചനകളുമായി വന്നെത്തുന്ന ഒരു പക്ഷിയാണ് ശനിദേവൻ്റെ വാഹനമായ കാക്ക. നിങ്ങളുടെ ഭവനങ്ങളിൽ കാക്ക വരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം അവ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ പിതൃക്കളുടെ പ്രീതിയും ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പിതൃപ്രീതിയും ശനി ഭഗവാന്റെ അനുഗ്രഹവും കൂടാതെ ഒരു മനുഷ്യനെ കൊണ്ടും ജീവിതത്തിൽ ഉയർച്ചകളും ഉന്നമനങ്ങളും നേടിയെടുക്കുവാൻ കഴിയില്ല. അതിനാൽ കാക്കകൾ നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങൾ കൊടുക്കുന്ന ആഹാരം ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ശുഭസൂചനയാണ്. ഇതുകൂടാതെ കാക്കകൾ നിങ്ങളുടെ വീടുകളിൽ വന്ന് തരുന്ന മറ്റു ചില സൂചനകളെ പറ്റി കൂടി മറ്റൊരു അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 8 പക്ഷികളിൽ ഏതെങ്കിലും പക്ഷികൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് എഴുതി അറിയിക്കുക.
ഒരു കാരണവശാലും ഉപദ്രവിക്കുകയോ ആട്ടിപ്പായിക്കുകയോ ചെയ്യാതിരിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.